ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ സുഹൃത്തുക്കളെ. ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് 2-3 ദിവസത്തിൽ കൂടുതലായി. നമ്മുടെ സമയപരിമിതി കാരണം നമുക്ക് സമയത്ത് വീഡിയോ എത്തിക്കാൻ പറ്റിയില്ല. 2-3 ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് കണ്ടിന്യൂ ഇട്ട് 2 ദിവസം കറക്റ്റാണ് വീഡിയോ ഇട്ടുണ്ടെന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. 1-2 ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കാർത്തിക് എടുത്ത വീഡിയോ ആണ്. കാർത്തികയുടെ അന്ന് എടുത്ത വീഡിയോ ആണ്. നമ്മൾ അമ്പലത്തിലെ വിളക്ക് കത്തിച്ചതും നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ തന്നെയാണ് അമ്പലത്തിൽ വിളക്ക് കത്തിച്ചിട്ട് വന്ന് വീട്ടിലുമൊക്കെ കുഞ്ഞായിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഇടിഞ്ഞിലി ചട്ടിയിൽ ഞാൻ വീട്ടിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അമ്പലത്തിലോട്ട് പോയത്. അമ്പലത്തിൽ പോയി അവിടെയും കത്തിച്ച് വെച്ചിട്ട് ഇവിടെ വന്ന് നിറയെ ഒന്നും കത്തിച്ചില്ലെങ്കിൽ അത്യാവശ്യം ഒരു 10-100 ഇടിഞ്ഞിലുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കത്തിച്ച് മെഴുകുതിരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അണഞ്ഞു പോകും കേട്ടോ. മെഴുകുതിരിയാണെങ്കിൽ പെട്ടെന്ന് അണഞ്ഞു പോകും. അപ്പോൾ ഞാൻ കരുതി എന്നാലും ഒരു വീഡിയോ ആയിക്കോട്ടെ. നമ്മുടെ അടുത്ത വീട്ടിൽ നമ്മുടെ പരിസരം മൊത്തം എല്ലാം രാത്രിയും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പുറത്തിറങ്ങി റോഡിലോട്ട് ഇറങ്ങി ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ യൂട്യൂബൊക്കെ തുടങ്ങിയതല്ലേ, അപ്പം നമ്മുടെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണ്ടേ. വാക്കുകൾ കിട്ടുന്നില്ല സുഹൃത്തുക്കളെ. ജോലിയും കഴിഞ്ഞ് വന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. നമുക്കിതൊന്നും സൗണ്ടൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ സൗണ്ടും കളഞ്ഞതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കുന്നത്. എത്രത്തോളം അത് ആവില്ല എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ. ഇത് കാർത്തികയൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ കാണൂല ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. എന്തായാലും ഞാൻ അത് ഇടാതിരിക്കുന്നില്ല, ഇടുന്നുണ്ട്. കാണുന്നവർ കാണട്ടെ. പൊതുവേ നമ്മുടെ വീഡിയോ ഒക്കെ ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് കണ്ടോ, എൻ്റെ വീടിൻ്റെ ഒരു സൈഡ് തോടാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഒരു സൈഡ് തോടും വഴിയൊക്കെയാണ്. അപ്പം ഞാൻ ആ തോടിൻ്റെ സൈഡിലോട്ട് മതിലിൽ കത്തിച്ച് വെച്ച വെട്ടം ഉണ്ടല്ലോ, അത് ഡയറക്റ്റ് നമ്മുടെ വെള്ളത്തിലോട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട്, നിങ്ങൾ കാർത്തികയായിട്ടൊക്കെ അടിച്ച് പൊളിച്ചു. നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല കേട്ടോ. കാച്ചിൽ അങ്ങനത്തെ സംഭവമൊന്നും വാങ്ങിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാൻ ഫോൺ എടുത്തോണ്ട് എത്രത്തോളം എനിക്ക് വീഡിയോ എടുത്തിട്ടും ഇതിൽ കാണുന്നത് പോലെയല്ല കേട്ടോ. നേരിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. നമ്മുടെ ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് എന്തോ ഒരിത്, പക്ഷെ നേരിൽ കാണുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ. എന്ത് പറയാനാ. നമുക്ക് ഇതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളുടെ ഹെൽപ്പിന് വേണം കേട്ടോ. വേറെ ആരുമില്ല. ഞാൻ തന്നെ ആദ്യം ഞാൻ എണ്ണയൊക്കെ എടുത്ത് ഒഴിച്ച് തിരിയെല്ലാം ഇട്ട് വെച്ചിട്ടാണ് അമ്പലത്തിലോട്ട് പോയത്. അമ്പലത്തിലും ചെന്ന് അവിടെയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത്. വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക. കടയിൽ അവിടെ നിന്നിട്ട് അവർ പറയാണ്, ചേച്ചിയുടെ വീട് മാത്രം എടുക്കാണ്ട് ഞങ്ങളെ കടയിലും കൂടെ ഇങ്ങോട്ടും കൂടെ ഒന്ന് വീഡിയോ എടുത്ത് ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ വെറുതെ ഞാൻ അവർ കളിയാക്കി പറഞ്ഞതായാലും കാര്യമായിട്ട് പറഞ്ഞതായാലും ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് കയറി അവിടെയും ഒന്ന് വീഡിയോ എടുത്ത് വീണ്ടും ഞാൻ എടുത്തതൊക്കെ തന്നെ വീണ്ടും ചുറ്റി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എടുത്തത് തന്നെ ചുറ്റി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കാണാനായിട്ട് വലിയ ഒരു ഇതില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. നേരിൽ കാണുമ്പോഴത്തേക്ക് നല്ല ഇതുണ്ട്. എന്നിട്ട് ഞാൻ മകളിലോട്ട് കയറി കേട്ടോ. മകളിലോട്ട് കയറിയിട്ട് അവിടെ നിന്നൊന്ന് ഷൂട്ട് ചെയ്തു. ഷൂട്ടിംഗ് ആണല്ലോ നമ്മുടെ ഇപ്പോൾ മെയിൻ പരിപാടി. നിങ്ങളെ കാണിക്കുക, വീഡിയോ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ കാണും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണത്തില്ല. എന്തായാലും ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. 2-3 ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിക്കാൻ പറ്റിയില്ല. ഇത് കാർത്തികയുടെ അന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ട വീഡിയോ ആയിരുന്നു. അന്ന് എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല, പിറ്റേന്ന് എത്തിക്കാൻ പറ്റിയില്ല, അടുത്ത ദിവസം എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. നിങ്ങൾ കാണുന്നെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതിനിടയിൽ പിന്നെ ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലെടുത്തോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആ സംഭവം ഇതിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമ്മൾ കാച്ചിൽ നമ്മൾ വാങ്ങിയില്ലായിരുന്നേ. നമ്മളിവിടെ കാച്ചിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് പിഴാനായില്ല എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അത് ഇനി സമയം കഴിയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കാച്ചിലുണ്ടല്ലോ, എൻ്റെ ആങ്ങളയുടെ എൻ്റെ മൂത്ത സഹോദരൻ്റെ വൈഫ് കാച്ചിലും നനകിഴങ്ങും കൂവക്കിഴങ്ങും ഒക്കെ നമുക്ക് അവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വീഡിയോ എടുത്തില്ലെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കാച്ചിൽ കണ്ടോ. നമ്മുടെ കാച്ചിൽ പിഴാൻ സമയമായോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊരു ചാക്കിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 4 സൈഡിലും വെട്ടവും വെളിച്ചവും. 4 സൈഡിലും മൊത്തവും നമ്മുടെ ചുറ്റും വീടുകളാണേ. അപ്പം നിങ്ങൾ നോക്കണേ,
നമ്മുടെ കടലിലുണ്ടല്ലോ, കടലിൽ കപ്പൽ പോകുമ്പോഴത്തേക്ക് രാത്രിയാകുമ്പോഴത്തേക്ക് മിന്നായം പോലത്തെ വെട്ടം കാണുമല്ലോ. കടലിൻ്റെ രാത്രി കടലിലൊക്കെ കടൽ കാണാൻ പോകുന്നവർക്കൊക്കെ അറിയാം. ദൂരെ നമ്മൾ കടൽ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ മിന്നായം പോലത്തെ വെട്ടം കാണും. അതുപോലെയാണ് ഇതും, ചുറ്റും അങ്ങനത്തെ ഒരു വെട്ടമാണ് കാണുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങളും പറയൂ. അപ്പം നമുക്കിന്ന് പാചക വീഡിയോ ഒന്നുമില്ല കേട്ടോ. 2 ദിവസമായി പാചക വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ വീഡിയോ കിടക്കുന്നത് കൊണ്ട് ഇതിനിടയിൽ ഞാൻ നമ്മുടെ ചന്ദ്രനെയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മുടെ ചന്ദ്രനെയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ വന്നത് എന്തോന്നാണ്, പാചക വീഡിയോ എടുത്തില്ല. വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് വലിയൊരു വിഷമമാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊരു വലിയ വിഷമം. ഞാൻ കറക്റ്റാണ് വീഡിയോ ഇട്ടുന്നത്. ആരെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും കറക്റ്റാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ എനിക്കിപ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതുവരെ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാച്ചിലും കിഴങ്ങും നനകിഴങ്ങും അങ്ങനത്തെ സംഭവമൊക്കെ ഒരുമിച്ച് ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു കേട്ടോ. ഒരുമിച്ച് അണ്ണം കൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ കൊടുത്ത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആവശ്യത്തിന് ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ആവശ്യത്തിനെടുത്ത് ഇവിടെ വേറെ ആരുമില്ല, ഞാൻ ചേട്ടന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് ഞാൻ എടുക്കുന്നുണ്ട്. അമ്പലത്തിൽ വിളക്കും കത്തിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അതും എടുത്തിട്ടാണ് വന്നത്. ഇതും കൊണ്ട് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വെച്ചത്. എന്തായാലും നമ്മുടെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മുടെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇനി ആരും കാച്ചിൽ കണ്ടില്ല, കുഴക്കിഴങ്ങ് കണ്ടില്ല, നനകിഴങ്ങ് കണ്ടില്ല. നമ്മുടെ ശമന മോളുണ്ടല്ലോ എന്നെ കളിയാക്കുകയും ചെയ്ത് നനകിഴങ്ങ് അവിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ദാ വീട്ടിൽ വന്ന് അതും എടുത്ത് വെച്ച് ചായ ഇട്ട് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. ഇത് എൻ്റെ മക്കളെ വീഡിയോസാണ് കേട്ടോ. എൻ്റെ മക്കളെ ഇതാണ് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് രണ്ടാളും കാർത്തികയ്ക്ക് ഇരിക്കുകയാണ്. എൻ്റെ പൊടിമോൾ ആദ്യത്തെ കാർത്തികയാണ് കേട്ടോ. എൻ്റെ പൊടിമോൾ ആദ്യത്തെ കാർത്തികയാണെന്ന് തോന്നുന്നു. ആദ്യത്തേതല്ല, രണ്ടാമത്തെയാണെന്ന് തോന്നുന്നു. ഓർമ്മയില്ല മോളെ. എന്നാലും അവർ ആദ്യത്തെ കാർത്തികൊക്കെ ഈ പൊടിമോളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അവരൊക്കെ അങ്ങ് UK അപ്പോൾ എന്തായാലും നാട്ടിൽ പൊടിമോൾ ആദ്യത്തെ കാർത്തികയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയം.